ഹായ് ഗായ്സ്. അപ്പം നമ്മളിതേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, സെല്ലുവിൻ്റെ വീട്ടിലാണ്. അപ്പം അവിടുന്ന് നമ്മൾ കുറേ കാലമായി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക, ഓൾറെഡി നമ്മൾ കുറച്ച് സ്പോർട്സ് ഉണ്ട്, ഫേവറേറ്റ് സ്പോർട്സ്. കുറച്ച് കാലമായിട്ട് അതൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് തന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു, ലഞ്ചിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അല്ല മക്കൂസേ, മക്കൂന് എന്താ വേണ്ടത് ഫുഡ് കഴിക്കാൻ? എന്ത് ഫുഡാ വേണ്ടത്? നെയ്ച്ചോറ്. അപ്പം മൽക്കൊക്കെ നെയ്ച്ചോറ് മതി എന്നാണ് പറയണത്. അപ്പം ദേ സെല്ലു ഡ്രൈവിങ്ങിലാണ്, ഡ്രൈവിംഗ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ പോയി നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിലക്സ് ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. ഡിലക്സ് ഹോട്ടൽ എവിടെയാണെന്ന് വെച്ചാൽ പുത്തനത്താണി തിരുനവായ റോട്ടിൽ വരുന്നൊരു ഹോട്ടലാണ്. അത്യാവശ്യം ആ ഏരിയാസിലുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. അവിടുത്തെ ബീഫ് ചില്ലിയും ബിരിയാണി റൈസും ഒക്കെ കിട്ടില്ലൻ ടേസ്റ്റാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. യാതൊരു മാറ്റവും ഇല്ല അവിടുത്തെ ടേസ്റ്റിന്. മക്കൂസിനാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്സൊക്കെ. അപ്പം ഞാൻ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. ചിക്കൻ ബിരിയാണി കഴിച്ചതിൻ്റെ പുറമെ പിന്നെ എനിക്കൊരു ലൈമ്, അതെനിക്ക് നിർബന്ധമാണ്. എൻ്റേത് കണ്ടിട്ട് ഇപ്പം എൻ്റെ മോൾക്കും അതൊരു ഏകദേശം നിർബന്ധമായി വന്നിട്ടുണ്ട് അതിന്. അപ്പം ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു മക്ക് ഫുഡ്? സൂപ്പറാണ്. പിന്നെ മൽക്കൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഐറ്റം അവൾ എടുക്കും, അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം ഇന്ന് എടുത്തതാണ്. ഇതെന്ത് മിഠായിയാ മോളെ? എന്താ മിഠായി എന്നൊക്കെ അവള് പറയുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സെല്ലു ബിരിയാണി? ഇനി നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ കുറച്ച് വിസിറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ മെയിൻ പരിപാടി അതാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുന്നു, ഇറങ്ങുന്നു. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അല്ല മക്കു? എന്റെ കുട്ടി തട്ടത്തില് പാടിയതാണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഡു യു ലവ് പപ്പ ഓർ മലാഹ? ഒരാളെ പറ. ഇതിപ്പോ ചോദിച്ചാൽ അവളിപ്പോ എപ്പോഴും ഇങ്ങനെ പറയാം, രണ്ടുപേരെ അവള് പറയും. അവള് ബുദ്ധിക്ക കളിക്കുന്നില്ല മോളെ. ഇന്ന് എനിക്ക് എന്റെ മെയിൻ കമ്പാനിയനായ മാഹിനെ മിസ് ചെയ്യുന്നു. അവളുണ്ടെങ്കിൽ എനിക്കൊരു കമ്പനി ആയിരുന്നു. ഇതിപ്പോ സെല്ലൂന് വ്ലോഗിൽ വരുന്നൊന്നും വലിയൊരു താല്പര്യമില്ല ആള്. അപ്പം ഞാനിന്ന് ഒറ്റയ്ക്കാണ്. കുറച്ച് പോസ്റ്റാണ് ഏകദേശം. അതെ ഗായ്സ്, അപ്പൊ ദേ നമ്മള് ഒരുപാട് വീട്ടിൽ കയറി ഇറങ്ങി. അതൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ലേ. അതിനുശേഷം നമ്മളിനി നെക്സ്റ്റ് പ്ലാൻ എന്താന്ന് എനിക്കറിയില്ല. എന്താണ് സെല്ലു നെക്സ്റ്റ് പ്ലാൻ? എന്താ ചെരുപ്പെടുക്കണം. അപ്പൊ നമ്മൾ ഇനി സെല്ലുവിൻ്റെ ഒരു ചെരുപ്പൊക്കെ നോക്കാൻ പോണം. പിന്നെ ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ വീട്ടിൽ പോയി ചായ കുടിച്ച് ആ ഒരു മൂടൊക്കെ പോയി കിട്ടി. അല്ല മക്കുമ്മ? അതിനുശേഷം പിന്നെ നമ്മൾ സെല്ലൂന് ഒരു ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് വെയർ ഷോപ്പിൽ കയറി. അപ്പോൾ അതേ മൽക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് പറ്റിയ ഓരോ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അവൾ മാല ആയിട്ടും ഓരോ ഐറ്റംസ്, ഹെയർ ആക്സസറീസൊക്കെ ആയിട്ട് അവൾ നോക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ പിന്നെ ഞാനും ഒന്ന് നോക്കി. പിന്നെ അവൾ പൊതുവെ ആ ഒരു ടൈപ്പ് മാലകളൊന്നും ഇടാറില്ല. അവിടെ കണ്ടപ്പോൾ പിന്നെ അവൾക്കൊരു പൂതി, ഒരു മാല വാങ്ങണം എന്നൊക്കെയുള്ളൊരു പൂതിയായി. മൽക്ക് എന്തൊക്കെയാണ് വാങ്ങിയത് മോളെ? നോക്കട്ടെ, കാണിച്ച ഓപ്പൺ ചെയ്താ. അവൾക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഒരു ചെയിന് വാങ്ങുന്നത്. ഞാൻ അതുവരെ അവൾക്ക് ഇങ്ങനെ ചെയിനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവളിത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഈ ഒരു കൈൻഡ് ഓഫ് ചെയിൻ ഇടണം എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചെയിൻ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് ഈ ബോ ഭയങ്കര ഇഷ്ടമായി. ഇതാ മോളെ, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അതും വാങ്ങി. പിന്നെ ഒരു ചെരുപ്പ് സെല്ലൂന് മേടിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. നോക്കട്ടെ മോളെ, മാല കാണിച്ചു കൊടുത്താൽ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ മാല. ഇങ്ങനത്തെ ടൈപ്പ് അവൾ ഇട്ട് കണ്ടിട്ടുമില്ല ഞാൻ. അപ്പം നമുക്ക് എന്തായാലും ഒരു ട്രൈ കൊടുത്തു നോക്കാം. അല്ല മോളെ, സെറ്റ് പറ. അപ്പം അത് എൻ്റെ കുട്ടി ഫസ്റ്റ് ടൈം ഈ ഒരു ടൈപ്പ് മാല ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് വലിയ കോലൊന്നും ഇല്ലല്ലോ സെല്ലു, പക്ഷെ ഓളൊരു സന്തോഷത്തിന്. ഇനി അതും വേണോ? അതെങ്ങനെ ഇടുക? മുടി കെട്ടണ ഇടുമ്പോ
മുടി പൂണി കെട്ടിയിട്ട് ബാക്കിൽ വെച്ചിട്ട് ഹാങ് ചെയ്തിടലാണ് കേട്ടാ. മുടി കെട്ടണോ? അപ്പൊ ഗായ്സ്, നമ്മളുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാല് വിസിറ്റിംഗ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ഡേ. രാവിലെ ഉച്ചക്ക് മുമ്പറ്റ് ഇറങ്ങിയതായിരുന്നു. രാവിലെ എന്ന് പറയാം ഒരു 11 മണി 12 മണിക്ക് ആകുമ്പോൾ ഇറങ്ങിയതായിരുന്നു. ഇപ്പൊ സമയം ഒരു 7 മണിയായി ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ ലിഫൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഉമ്മയും ബ്രദറും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു നമ്മളോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം എന്തായാലും പോയി വെക്കാം. അപ്പം നാളെയാണ് ലിഫനെ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം. അപ്പം അതിന് വേണ്ടിയിട്ട് ഉമ്മയും ബ്രദറും ഒക്കെ ലിഫൻ്റെ വീട്ടിലേക്ക് വരുമ്പം നമ്മളോടും കൂടി ജോയിൻ ആക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോഴേക്കും ഇതേ ഉമ്മയും ബ്രദറും എല്ലാം എത്തിയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ലിഫൻ്റെ വീട്ടിലെത്തി. അപ്പോഴേക്കും ബ്രദറും ഉമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. മൽക്കാണെങ്കിൽ അവരെ കണ്ടതും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് ഫുൾ ചായയുടെ ആയിരുന്നു. എല്ലായിടത്തൊന്നും ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ഞാൻ ടോട്ടലി ഫുള്ളായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരുന്നു. നാളെ ലിഫനെ അഡ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിൻ്റെ ശേഷം നമ്മുടെ ലിഫൻ്റെ ബ്രദർ റിഷുവിൻ്റെ നല്ല കിഡിലൻ സോങ്ങൊക്കെ നമ്മൾ കേട്ടു, ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും പിന്നെ യാത്ര പറയുന്ന തിരക്കിലായി. ഞങ്ങൾ യാത്ര പറയുന്ന തിരക്കിലായി. ടാറ്റ പറ മോളെ. അങ്ങനെ നമ്മൾ നേരെ ലിഫൻ്റെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ പോകുന്നതിനിടയിൽ നമ്മുടെ സ്വന്തം കടയായ MC സ്പോട്ടിൽ കയറി. അതായത് കുറ്റിപ്പുറം MES കോളേജിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ആയിട്ടാണ് ഷോപ്പ്. അവിടെ നിന്ന് മോൾ ഐസ്ക്രീമും നമ്മുടെ ആപ്പാപ്പ ഉണ്ടായിരുന്നു. ആപ്പാപ്പനൊക്കെ കണ്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പം തന്നെ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.